ഈ പപ്പിയും ചേട്ടായും കൂടെ തീർത്ഥാടനം എന്നും പറഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. എന്റെ അമ്മു എന്നതാടി ഇത്? അവളുടെ പ്രാക്ടീസ്. പപ്പി ഉണ്ടായിരുന്നെങ്കിൽ അടി ഷെയർ ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇതിപ്പോ പൂച്ചപ്പായിട്ട് പഠിപ്പിച്ച് ഈ ആശായം കൊണ്ട് ഇവള് പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. എന്റെ അമ്മോ, എനിക്ക് ഈ വാലനങ്ങുന്നത് കാണത്തില്ലേടി? എന്നാ നീ ഇതങ്ങ് മുറിച്ചു കൊണ്ടുപോയി പുഴുങ്ങി തിന്നോ അങ്ങോട്ട്. എന്നതാണോ? എടാ ഉറുമ്പേ, നീ തീർന്നടാ, നീ തീർന്നു. ഇവള് കാണാതെ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കാം. എന്റെ കയ്യിൽ ഈ അമുട്ടും കത്തിച്ച് തന്നിട്ട് ഈ പപ്പിയും ചേട്ടായും കൂടെ എവിടെ പോയി കിടക്കുവാണോ? അവർക്ക് അമ്പലത്തിൽ പോകാൻ കണ്ട സമയം. ഈ കുരിപ്പ് കാണാതെ നൈസായിട്ട് ഇപ്പൊ എസ്കേപ്പ് ചെയ്യാം. ഇങ്ങോട്ട് നടന്നു വരുന്നേ? അതെ, എന്റെ വല്ല സെൽഫി എടുക്കാനാ വരുന്നെങ്കിൽ എനിക്കിപ്പോ ടൈം ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് മാന്റെ പുറകെ പോകാനുള്ളതാ. ഇത്തിരി പ്രൈവസി നോക്കി വന്നാലും ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു പോവുള്ളൂ. ഹായ്, ഞാൻ അരുൺ. ഹലോ. ഈ റിസോർട്ടിന്റെ മാനേജറാണ്. അതെല്ലേ? മാനേജറായിരുന്നോ? നമ്മളോട് ഇവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യണം, അവരുടെ പ്രൊമോഷൻ ചെയ്യണം എന്നൊക്കെ പറയാമെന്നായിരിക്കും. വേണേ നോക്കാന്ന് പറയാട്ടായി. ഇന്നലെ ഞാൻ ഈ സ്ഥലത്തിലായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ കാണാതിരുന്നത്. നിങ്ങൾ അടുത്തേക്ക് രാവിലെ നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ രാവിലെ എത്തിയതാണ് കാണാൻ വേണ്ടി. എങ്ങനെയുണ്ട്? പ്രോപ്പർട്ടി ഒക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, അടിപൊളിയാ. പപ്പിക്കുട്ടൻ ഇഷ്ടപ്പെട്ടു അല്ലടാ? ഞങ്ങൾക്കൊരു ചാനലൊക്കെ ഉണ്ട്, ചിലപ്പോ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏത് ചാനല്? ചാനലെന്ന് പറഞ്ഞാൽ യൂട്യൂബാണോ? ഡെയിലി ടിപ്സ് ബൈ ലിനുഷായ. ചെറിയ പേരാ, അല്ലെ പപ്പിക്കുട്ടൻ അടിച്ചാൽ മതി. യൂട്യൂബിൽ പോയിട്ട് പപ്പിക്കുട്ടൻ. പട്ടിക്കുട്ടനോ? പപ്പിക്കുട്ടൻ. പട്ടി. പപ്പി. കുട്ടിപ്പപ്പൻ. പാപ്പാ പപ്പി. പയ്യെ പറയടാ. നിങ്ങൾ എൻജോയ് ചെയ്യ്. ഓക്കേ. എനിക്ക് ബില്ലിന്റെ കാര്യത്തിൽ സംശയമുള്ളൂ. ബില്ലിന്റെ കാര്യത്തിൽ എന്നെ എത്ര പേടിക്കാതിരിക്കുന്നേ? നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇവരുടെ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കാശ് തരണം. ഇപ്പൊ ചുമ്മാ കാണിക്കുന്നത് ജാടയല്ലേ? പറഞ്ഞ പോലെ നേരെ നിന്നെ 1.5 ലക്ഷം പേര് അറിയുന്നതല്ലേ. അപ്പൊ പിന്നെ അവന്മാർ ഈ സ്റ്റേ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ തരുവുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുവോ? ചേട്ടായി വാ, ഇവിടെയുള്ള മാനും പശുവിനും ഒക്കെ എന്നെ പേടിയാ. ഞാൻ കടുവയാന്ന് അവര് വിചാരിച്ചേക്കുന്നത്. നമുക്ക് പോയി ഇനി ഒറിജിനൽ കടുവേനെ പേടിപ്പിച്ചിട്ട് വരാം. ബാ, ഇനി ഇവന്മാര് വല്ല ബില്ലും തന്നാ കേരളം നമ്മൾ കത്തിക്കും. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ നേരം വെളുക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം. തണുത്തിട്ട് പുല്ലിലൊന്നും മുഴുവൻ പോലും പറ്റുന്നില്ല. കീടലും സീനറി തന്നെയാണല്ലോ. ഒരു സത്യം പറഞ്ഞ ഒരാഴ്ച നിക്കണല്ലോടാ. ഒരാഴ്ചയൊക്കെ നമുക്ക് തരാനുള്ള പൈസ അവന്മാരുടെ കാണോ? ആ പുള്ളിക്കാരൻ ചുമ്മാ പരിചയപ്പെടാൻ വന്നായിരിക്കും അല്ലേ? എന്റെ പൊന്നിയേട്ടായി, എന്നെ അറിയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ? ചിലപ്പോ നിന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ജാടയിട്ടതായിരിക്കും. പിന്നല്ലാതെ. നമുക്ക് ഡിസ്കൗണ്ട് വല്ലതും ചോദിക്കാം അല്ലേ? ഡിസ്കൗണ്ടോ? ചേട്ടാ ഇപ്പൊ പുള്ളിയോട് ബില്ല് ചോദിക്കണം.
പുള്ളി ഇങ്ങോട്ട് പറയാൻ നിങ്ങളൊരു 10 ദിവസം കൂടി ഇവിടെ നിന്നോ, പൈസ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാന്ന്. ആ അവർക്ക് പരസ്യം കിട്ടുമ്പോൾ വേണം ഒരു ദിവസമൊക്കെ ഫ്രീ ആയിട്ട് വരുമായിരിക്കും. ചേട്ടാ ഇച്ചിരി ജാടിയൊക്കെ ഇട്ടെന്ന് നിന്നാ മതി. യൂട്യൂബർ എന്ന് പറഞ്ഞാ പിന്നെ ചുമ്മാതാണോ? അതെയോ? അങ്ങനെ നോക്കാം. എന്തായാലും പുള്ളിയോട് ബില്ല് ചോദിക്കാം. പുള്ളി അതിലെ വരുന്നുണ്ട്. ഞാനും വരാമാ. നീ വാ. ചിലപ്പം 2000 രൂപ പുള്ളി നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. വാ റൂമിൽ പോയിട്ട് നോക്കാം. ബില്ല് കിട്ടി മോനെ. എന്റെ ഒരു സ്റ്റാർ വാല്യൂ വെച്ച് മൊത്തം ഡിസ്കൗണ്ട് ആവാനേ ചാൻസ് ഉള്ളൂ. എടാ ടോട്ടൽ ബില്ല് 7000 രൂപ. എന്റെ 2500 രൂപ ഉള്ളൂ. ചേട്ടായി അടുക്കള അപ്പുറത്താന്ന് തോന്നുന്നു. ഇവന്മാർക്ക് നമ്മുടെ വില അറിയത്തില്ല. ബാക്കി 5000 രൂപയ്ക്ക് നമുക്ക് പാത്രം കഴുകാം. എടാ ഹലോ, മാനേജർ സാറല്ലേ? പക തീരെ ഇല്ലല്ലോ ചേട്ടായി. ചീപ്പ് ഹോട്ടലായിപ്പോയി. അവന്മാർക്ക് നമ്മുടെ വില അറിയത്തില്ലാതെ പോയി. ചേട്ടായി ആഞ്ഞൊന്ന് തേക്ക. യൂട്യൂബിൽ നമുക്കൊന്ന് ലൈവ് ഇട്ടാലോ? പപ്പിക്കുട്ടൻ ഫാൻസ്. അല്ലെങ്കിൽ വേണ്ടല്ലേ? ചേട്ടായി ദേ നോക്കൂ, ആകാശത്തൊരു പർബ. എന്നാ ശരി ചേട്ടായി, ഞാൻ അപ്പുറത്ത് കണ്ടേക്കാവേ. എന്റെ അമ്മ കുച്ചാണ്ടി പപ്പിക്കുട്ടൻ വന്നു. ഇതെവിടുന്നായി പാട്ട്? ചേട്ടായിനെ കാണുന്നില്ലല്ലോ. ക്ഷീണം കാരണം കിടക്കുമായിരിക്കും പാവം. പൂച്ചു അവിടെ എന്താടാ? എടാ പപ്പി, നീ വന്നോ? ഇന്നലെ വന്നല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനേ ഇച്ചിരി ബിസി ആയിരുന്നു. എന്നാ ബിസി? രണ്ടാമതല്ലേ? ഓ എന്റെ പൊന്നടാ, എത്ര കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാലാ? നിനക്ക് ആ തിരക്കൊന്നും പറയാൻ മനസ്സിലാകത്തില്ല. പിന്നെ നിന്റെ ഈ അന്വേഷണം കാരണം ഓരോരോ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ അച്ഛാന്ന് വിളിച്ചോണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല എവിടെ നിന്റെ വളർത്തുപുത്രി മാവു? ഞാനൊരു പബ്ലിക് ഫിഗർ അല്ലേ മോനെ, അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. മാവുവിന്റെ കാര്യം അവളിപ്പോ ഇവിടെ ഇല്ല. നീ പാണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടാ പോയതല്ലടാ കള്ള. കൊട്ടേഷനോ? ഞാനോ? എന്നാ പോടാ. ഓ പാണ്ടയെ മാവും തമ്മിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. അവള് പോയടാ. അല്ല അവള് പോയെന്നോ? വേറെ വല്ല 5-6 കൂടെ വിളിച്ചോണ്ട് വരാൻ പോയതായിരിക്കും കുരിപ്പ്. അവള് 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞോണ്ടാ പോയേക്കുന്നെ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. നീ വന്ന പൂതം കുപ്പി എന്ന് മാത്രം പറയാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറഞ്ഞാൽ മതി, കാര്യമൊക്കെ നിനക്ക് മനസ്സിലാവൂന്ന് പറഞ്ഞു. എന്നതാടാ? എന്നാലും പൂതത്തോട് തന്നെ ചോദിക്കാം.
എടാ പപ്പി, അതെ രാത്രി പുറത്തുനിന്ന് നടക്കണ്ട കേട്ടോ. അതെ രാത്രി നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി നടന്നേക്കല്ലോ കേട്ടോ. ആ കല്ലയിലോട്ട് വെച്ചാൽ അതിന്റെ വലതുവശത്തുള്ള കല്ലേല്